2007 ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന അതിക്രൂരമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 2007 ചെക്ക് റിപ്പബ്ലിക്കിലെ ബെർണോ എന്ന സ്ഥലത്ത് എഡ്വേർഡ് ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്നും തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം തന്നെ എഡ്വേർഡ് അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 CCTV ക്യാമറകളും സ്ഥാപിച്ചു. അതിലൊരു CCTV ക്യാമറ കുഞ്ഞിനെ മാത്രം കാണാനും രണ്ടാമത്തേത് കുഞ്ഞ് കിടക്കുന്ന റൂം മുഴുവനായും കാണുന്ന രീതിയിലുമാണ് ഫിക്സ് ചെയ്തത്. ക്യാമറകൾ കണക്ട് ചെയ്തതിനു ശേഷം എഡ്വേർഡ് വീടിന്റെ ഹാളിലുള്ള മോണിറ്ററിൽ 2 ക്യാമറകളിൽ നിന്നുമുള്ള വീഡിയോ സിഗ്നൽസ് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഒന്നാമത്തെ ക്യാമറയിൽ കുഞ്ഞിനെ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വീഡിയോ വരുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ മോണിറ്റർ ഓൺ ചെയ്ത് കുറച്ചു നേരങ്ങൾക്ക് ശേഷമാണ് എഡ്വേർഡിന് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ക്യാമറയിൽ നിന്നും സിഗ്നൽ മോണിറ്ററിലേക്ക് വരുന്നില്ല എന്ന്. അത് കണക്ട് ആവാതിരിക്കാനുള്ള കാരണം ആ പരിസരത്തുള്ള മറ്റേതോ CCTV ക്യാമറയുമായി ആ മോണിറ്റർ കണക്ട് ആയതുകൊണ്ടാണ്. എവിടെ നിന്നാണ് ആ സിഗ്നൽ വരുന്നത് എന്നറിയാതെ എഡ്വേർഡ് മോണിറ്ററിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും ചില ദൃശ്യങ്ങൾ മോണിറ്ററിൽ തെളിയാൻ തുടങ്ങി. അതിൽ ഏകദേശം 7 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി ദേഹത്ത് ഒരു തുണി പോലുമില്ലാതെ അവശനായി തറയിൽ കിടക്കുന്നു. ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുട്ടിയുടെ 2 കൈകളും ഒരു കമ്പിയിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു. ശരീരത്തിൽ ധാരാളം മുറിവുകളും കാണാമായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ എഡ്വേർഡ് ആ മോണിറ്ററിൽ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ആ കുട്ടിയുടെ അടുത്തേക്ക് വന്ന ഒരാൾ ഭക്ഷണം കൊണ്ടുവച്ച് തിരിച്ചുപോയത്. ഇതോടെ ആ കുട്ടിയെ ആരോ കിഡ്നാപ്പ് ചെയ്തു വെച്ച് ശാരീരികമായി പീഡിപ്പിക്കുകയാണെന്ന് എഡ്വേർഡിന് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം ഈ വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ബെർണോ സ്റ്റേഷനിൽ നിന്നുമുള്ള ഒരു പോലീസ് ടീം അദ്ദേഹത്തിന്റെ വീട്ടിലേക്കെത്തി. തൊട്ടടുത്തുള്ള ഏതോ ബിൽഡിംഗിലെ ക്യാമറയിൽ നിന്നുമുള്ള സിഗ്നലാണ് ഇവരുടെ മോണിറ്ററിൽ കണക്ട് ആയിരിക്കുന്നത് എന്ന് പോലീസുകാർക്കും മനസ്സിലായി. അത് കണ്ടുപിടിക്കുന്നതിനായി അവർ ആ സ്ട്രീറ്റിലെ ഓരോ വീട്ടിലും കയറിയിറങ്ങി പരിശോധിക്കാൻ തുടങ്ങുന്നു. പൂട്ടിക്കിടക്കുന്ന ഒരു വീടൊഴിച്ച് ആ സ്ട്രീറ്റിലെ എല്ലാ വീടുകളിലും പോലീസ് പരിശോധന നടത്തി. എന്നാൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ പൂട്ടിക്കിടക്കുന്ന ആ വീട്ടിൽ അരുതാത്ത പലതും നടക്കുന്നുണ്ട് എന്ന് പോലീസുകാർക്ക് സംശയമായി. അതുകൊണ്ട് തന്നെ അവർ ആ വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പോൾ ആ വീടിനകത്ത് 2 സ്ത്രീകൾ താമസിക്കുന്നുണ്ട്. ഒരാളുടെ പേര് ക്ലാര, മറ്റൊരാളുടെ പേര് കത്രീന. ഇരുവർക്കും 30 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്. സംശയം ജനിപ്പിക്കുന്ന പെരുമാറ്റമായിരുന്നു അവരുടെ. പോലീസ് ആ വീടിനകവും പുറവും സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ആ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലും മുറികൾ ഉണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. അണ്ടർഗ്രൗണ്ട് റൂമിനകത്ത് അനിക എന്നു പേരുള്ള 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ചുരുണ്ടി കിടക്കുന്നുണ്ട്. അവളുടെ തൊട്ടടുത്തായി 9 വയസ്സുള്ള ജേക്കബ് എന്ന ആൺകുട്ടി ശരീരത്തിൽ ഡ്രസ്സൊന്നുമില്ലാതെ തളർന്നു കിടക്കുന്നു. മറ്റൊരു വശത്ത് ഓൺട്രേ എന്നു പേരുള്ള 7 വയസ്സുള്ള ഒരു ആൺകുട്ടി കിടക്കുന്നുണ്ട്. അവന്റെ ദേഹത്തും ഒരു തുണിയും ഉണ്ടായിരുന്നില്ല. അവന്റെ കൈകൾ ഒരു കമ്പിയിൽ ചേർത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ശരീരമാസകലം മുറിഞ്ഞ പാടുകളും ഉണ്ടായിരുന്നു. ആ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കാണാൻ വേണ്ടിയാണ് അവിടെ CCTV ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. കത്രീനയും ക്ലാരയും അവരുടെ ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്ന മോണിറ്ററിൽ ഈ കുട്ടികൾ വേദന കൊണ്ട് പൊളയുന്ന വീഡിയോ ലൈവായി കണ്ട് രസിക്കുകയായിരുന്നു. ആ ആൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞത് കത്രീനയും ക്ലാരയും ആ കുട്ടിയുടെ കയ്യിൽ ഒരു കത്തി കൊടുത്ത് ആ കത്തി ഉപയോഗിച്ച് അവന്റെ ശരീരത്തിൽ നിന്നും ഒരു കഷ്ണം മാംസം മുറിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട് അത് അവനോട് തന്നെ തിന്നാൻ നിർബന്ധിച്ചിരുന്നു എന്നാണ്. ആ കുട്ടികളെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാൻ മാത്രം ഈ സ്ത്രീകളെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വെൽക്കം ബാക്ക്. ആ വീട്ടിൽ നിന്നും ക്ലാരയെയും അവളുടെ ഇളയ സഹോദരി കത്രീനയെയും കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ഒപ്പം ആ 3 കുട്ടികളെയും അവിടെ നിന്നും രക്ഷിച്ച പോലീസ് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിനു ശേഷം പുറത്തു കൊണ്ടുവരുന്നു. അതിൽ ജേക്കബിന്റെയും ഓൺട്രയുടെയും ശരീരത്തിലെ മുറിവുകളിൽ നിന്നും ധാരാളം ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഉടനെ തന്നെ ആംബുലൻസിൽ കയറ്റി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി ചികിത്സ ആരംഭിച്ചു. അനിക എന്ന ആ 13 വയസ്സുകാരിയുടെ ശരീരത്തിൽ മാത്രം ഒരു പരുക്കുകളുമില്ലാത്തതുകൊണ്ട് അവളെ തൊട്ടടുത്തുള്ള ചൈൽഡ് ഹോമിൽ എത്തിക്കുന്നു. കസ്റ്റഡിയിലിരിക്കുന്ന ക്ലാരയെയും കത്രീനയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്നും പോലീസിന് ഒരു ഫോൺ കോൾ വന്നത്.
ചികിത്സയിലായിരുന്ന 2 ആൺകുട്ടികളിൽ ഒരാളുടെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് ആ കുട്ടി കുറച്ചുനേരം മുൻപ് മരിച്ചുപോയി എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത്. കുറച്ചു സമയത്തിനു ശേഷം പോലീസുകാരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നു. ചൈൽഡ് ഹോമിൽ നിന്നും 13 വയസ്സുകാരി അനിക സ്റ്റാഫുകളുടെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതോടെ ആ കുട്ടികളുടെ പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസ് അനികയെയും സംശയിക്കാൻ തുടങ്ങി. പോലീസ് ക്ലാരയെയും കത്രീനയെയും വളരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ക്ലാരയുടെ സ്വന്തം മക്കളാണ് പീഡനത്തിനിരകളായ ജേക്കബും ഓൺട്രയും. ഈ 2 കുട്ടികൾ ജനിച്ചതിനു ശേഷം ക്ലാരയ്ക്കും അവളുടെ ഹസ്ബൻഡിനുമിടയിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഒരു ഘട്ടത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായതോടെ അവർ നിയമപരമായി വേർപിരിയുന്നു. ഡിവോഴ്സിന് ശേഷം ക്ലാര ഒരു യൂണിവേഴ്സിറ്റിയിൽ ലെക്ചററായി ജോലിക്ക് കയറുന്നു. ഇതോടെ അവളുടെ 2 മക്കളെയും കെയർ ചെയ്യുന്നതിനായി ക്ലാരയുടെ വീട്ടിൽ താമസിക്കാനെത്തിയതായിരുന്നു അവളുടെ സഹോദരി കത്രീന. പിന്നീട് അങ്ങോട്ട് വളരെ സമാധാനപരമായിട്ടായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് കത്രീന അനിക എന്ന പെൺകുട്ടിയെ ക്ലാരയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു അനാഥ മന്ദിരത്തിലെ അന്തേവാസിയായിരുന്ന അനിക അവിടെ ഒത്തിരി പീഡനങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ ക്ലാരയും കത്രീനയും ചേർന്ന് അവളെ അനാഥ മന്ദിരത്തിൽ നിന്നും അഡോപ്റ്റ് ചെയ്ത് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ക്ലാര തന്റെ 2 ആൺമക്കളോടും അനികയെ അവരുടെ സഹോദരിയെ പോലെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അനിക ഇവരുടെ വീട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ആ വീട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ 2 ആൺകുട്ടികളും അനികയെ സ്വന്തം സഹോദരിയെപ്പോലെ തന്നെ കണ്ട് സ്നേഹിച്ചു. വളരെയധികം സന്തോഷത്തോടെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അനികയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. ക്ലാര തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ 2 ആൺമക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവ് അവളിൽ വളരെയധികം വിഷമമുണ്ടാക്കി. ക്ലാര തന്നെക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അനികയുടെ മനസ്സിൽ ഇങ്ങനെയൊരു തോന്നൽ വന്നതിനു ശേഷമാണ് ആ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ക്ലാരയ്ക്ക് അവളുടെ കുട്ടികളോടുള്ള സ്നേഹം കുറയുന്നതിനു വേണ്ടി അനിക പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അവൾ വീടിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും വീടിനകം മുഴുവൻ വൃത്തികേടാക്കുകയും ചെയ്തതിനു ശേഷം ഇതെല്ലാം ചെയ്തത് ജേക്കബും ഓൺട്രിയുമാണെന്ന് പറഞ്ഞ് ക്ലാരയെ വിശ്വസിപ്പിച്ചു. ക്ലാര മക്കളെ പലതവണ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ചെയ്തതിനു ശേഷവും വീണ്ടും ആ വീടിനകത്ത് ഇതേപോലുള്ള പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം തന്നെ ജേക്കബും ഓൺട്രിയുമാണ് ചെയ്തത് എന്ന് അനിക ക്ലാരയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ക്ലാരയും കത്രീനയും ചേർന്ന് ആ 2 ആൺകുട്ടികളെയും അവരുടെ മുത്തശ്ശിയുടെ വീട്ടിൽ കുറച്ചുനാൾ താമസിക്കാൻ കൊണ്ടുവിടുന്നു. ഈയൊരു സാഹചര്യം മുതലെടുത്ത അനിക ക്ലാരയുടെയും കത്രീനയുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റുന്നു. അതിനുശേഷം അനിക പതുക്കെ നരബലിയെക്കുറിച്ചും നരബലി നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും കത്രീനയോടും ക്ലാരയോടും പറഞ്ഞ് കുറച്ചായി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരാക്കി മാറ്റുന്നു. അങ്ങനെ അനികയുടെ സഹായത്തോടെ ക്ലാരയും കത്രീനയും നരബലിയും ബ്ലാക്ക് മാജിക്കുമെല്ലാം നടത്തുന്ന ഒരു സംഘത്തിൽ ചേരുകയും പിന്നീട് അങ്ങോട്ട് അനിക ഇവരെ 2 പേരെയും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസമുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർ ഒരു നരബലി നടത്താൻ തന്നെ തീരുമാനിച്ചു. നരബലിക്കായി ജേക്കബിനെയും ഓൺട്രിയെയും തന്നെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ക്ലാരയ്ക്കും കത്രീനയ്ക്കും അത് എതിർക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം അനിക അവർ 2 പേരെയും അത്രയധികം ബ്രെയിൻ വാഷ് ചെയ്ത് സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. തുടർന്ന് അനിക ഇവർ 2 പേരെയും ഗ്രീവിയൻ മൂവ്മെന്റ് എന്ന മറ്റൊരു സംഘടനയിൽ കൂടി ചേർക്കുന്നു. ഈ സംഘടനയിലുള്ള എല്ലാവരും തന്നെ ഒരാളെ ശാരീരികമായി പീഡിപ്പിച്ച് അവർ അനുഭവിക്കുന്ന വേദന കണ്ട് സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ആ സംഘടനയിലെ മുഖ്യ വഴികാട്ടിയായിരുന്ന ഒരാളെ അനിക ഇവർക്ക് പരിചയപ്പെടുത്തി. ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ എല്ലാവരും അയാളെ ഡോക്ടർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കത്രീനയും ക്ലാരയും മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ജേക്കബിനെയും ഓൺട്രിയെയും തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവരെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള മുറിയിൽ കൊണ്ട് കെട്ടിയിട്ട ഇവർ 3 പേർക്കും ഡോക്ടർ ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അയാളുടെ നിർദ്ദേശപ്രകാരം ആ 2 കുട്ടികളെയും നഗ്നരാക്കി ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പീഡിപ്പിക്കാൻ തുടങ്ങി. അത് ആ കുട്ടികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കുട്ടികളുടെ വായിൽ തുണി തുരുക്കി അവരുടെ മുടികൾ പിഴുതെടുത്തു. പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ ആ ദിവസം മുഴുവൻ അവരെ മുട്ടുകുത്തി നിർത്തുമായിരുന്നു.
ഡോക്ടർ ആവശ്യപ്പെടുന്നത് പോലെ അവർ ആ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗ്രീവിയൻ മൂവ്മെന്റിലെ ഡോക്ടർ അനികയോട് ആ 2 ആൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അനിക ഇത് അനുസരിക്കുകയും ചെയ്തു. ആ കുട്ടികളുടെ അമ്മയായ ക്ലാര പോലും അത് തടയാൻ കൂട്ടാക്കിയില്ല. ആ 3 സ്ത്രീകളും പൂർണ്ണമായും മെന്റലി അൺസ്റ്റേബിളായി മാറിക്കഴിഞ്ഞിരുന്നു. ഡോക്ടർ ആവശ്യപ്പെടുന്നത് പോലെ അവർ ആ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ആ കുട്ടികളുടെ കയ്യിൽ കത്തി കൊടുത്ത് അവരുടെ തന്നെ തുടയിലെ മാംസം മുറിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന് എതിർപ്പ് കാണിച്ച കുട്ടികളെ അവർ വളരെ മൃഗീയമായി ഉപദ്രവിച്ചു. മറ്റു വഴികളില്ലാതെ ഒരു ഘട്ടത്തിൽ ആ കുട്ടികൾ സ്വന്തം തുടയിൽ നിന്നും മാംസം മുറിച്ചെടുത്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ആ 3 സ്ത്രീകൾ നിർത്തിയില്ല. ആ മാംസം ആ കുട്ടികളോട് തന്നെ തിന്നാൻ ആവശ്യപ്പെട്ടു. ഈ രീതിയിൽ കുട്ടികളെ 6 മാസത്തോളമാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയ അന്നു മുതൽ അവരെ മോണിറ്റർ ചെയ്യുന്നതിനായി അണ്ടർഗ്രൗണ്ട് റൂമിൽ കുറച്ച് CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും ആ സ്ത്രീകൾ ഹാളിലെ ഡിസ്പ്ലേയിലൂടെ ലൈവായി കണ്ട് രസിക്കുമായിരുന്നു. ഈ സമയത്താണ് 2007 ഒരു ദിവസം എഡ്വേർഡ് ക്ലാര വാങ്ങിച്ച അതേ കമ്പനിയുടെ സെയിം മോഡൽ CCTV ക്യാമറകൾ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ക്ലാരയുടെ വീട്ടിൽ നിന്നുമുള്ള CCTVയുടെ സിഗ്നൽ എഡ്വേർഡിന്റെ വീട്ടിലെ മോണിറ്ററിൽ കണക്ട് ആയതും പിന്നീട് ഈ വിവരങ്ങളെല്ലാം പുറം ലോകമറിഞ്ഞതും. അറസ്റ്റിലായ ക്ലാരയ്ക്കും കത്രീനയ്ക്കും ഗ്രീവിയൻ മൂവ്മെന്റ് എന്ന സംഘടനയെക്കുറിച്ചോ അതിലെ ഡോക്ടറിനെക്കുറിച്ചോ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പോരാത്തതിന് അനിക ആരാണ് എന്നുള്ളതിനെക്കുറിച്ചും അവരുടെ പക്കൽ കാര്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രീവിയൻ മൂവ്മെന്റ് പോലുള്ള സംഘടനകൾ സമൂഹത്തിൽ തുടരാൻ അനുവദിക്കുന്നത് ദോഷകരമാണ്. അതുകൊണ്ടുതന്നെ ആ സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അനികയെ എത്രയും പെട്ടെന്ന് പിടികൂടേണ്ടതുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവർ അതിനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെയാണ് അനികയുടെ ഫോട്ടോ സഹിതമുള്ള വാർത്തകൾ പത്രങ്ങളിലും TV ന്യൂസ് ചാനലുകളിലൂടെയും പ്രചരിക്കാൻ തുടങ്ങിയത്. ഒരാഴ്ച കഴിഞ്ഞ് ന്യൂസിൽ അനികയുടെ ഫോട്ടോ കണ്ട് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. പത്രത്തിൽ കൊടുത്തിരിക്കുന്ന അനിക എന്ന പെൺകുട്ടിയെ തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നും ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് ബാർബറ എന്നാണ് എന്നും ആ പെൺകുട്ടിയെ കാണാൻ 13 വയസ്സ് പ്രായമേ തോന്നിക്കുകയുള്ളൂ എങ്കിലും അവൾക്ക് ഏകദേശം 33 വയസ്സുണ്ട് എന്നുമാണ് ആ സ്ത്രീ വെളിപ്പെടുത്തിയത്. കൂടുതൽ അന്വേഷണത്തിൽ പോലീസുകാർക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബാർബറ തുടർച്ചയായി 5 വർഷക്കാലം ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അതിനു മുൻപ് ഒരു ചൈൽഡ് ഹോമിലായിരുന്നു അവൾ വളർന്നത്. അവൾക്ക് ഗ്രോത്ത് സിൻഡ്രോം എന്നൊരു രോഗമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ മുതിർന്ന സ്ത്രീയായിരുന്നിട്ട് പോലും കാഴ്ചയിൽ ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഒരു ചെറിയ കുട്ടിയെ പോലെ പെരുമാറി എല്ലാവരുടെയും സഹതാപം പിടിച്ചുപറ്റും. അതിനുശേഷമായിരിക്കും അവൾ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. ഈ വിവരങ്ങൾ കൂടി ലഭിച്ചതോടെ പോലീസ് ബാർബറയെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ബാർബറയുടെ പേര് ചെക്ക് റിപ്പബ്ലിക്കിലെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ദിവസങ്ങൾ കഴിയുന്തോറും ഈ ന്യൂസ് യൂറോപ്പ് മുഴുവൻ ചർച്ചയായി. അങ്ങനെ 2008 നോർവേ പോലീസിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക് പോലീസിന് ഒരു ഇൻഫർമേഷൻ വരുന്നു. നോർവേയിലെ ഒരു സ്കൂളിൽ ആഡം എന്നു പേരുള്ള ഒരു ആൺകുട്ടി പഠിക്കുന്നുണ്ട്. ആഡം ക്ലാസ്സിലെ മറ്റു കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. പോരാത്തതിന് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അവനുണ്ടായിരുന്നു. ആ സ്കൂളിലെ പല ടീച്ചേഴ്സിനും സ്റ്റാഫുകൾക്കും ആഡമിനെ കുറിച്ച് നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം ആഡം ശരിക്കും ഒരു ആൺകുട്ടി തന്നെയാണോ എന്നുള്ളതായിരുന്നു. ഇതിനെ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിന്റെ സഹായം തേടി. പിന്നീട് നടന്ന പോലീസ് പരിശോധനയിലാണ് ആഡം ഒരു ആൺകുട്ടിയല്ല എന്നും ചെക്ക് റിപ്പബ്ലിക്കൻ പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ബാർബറ എന്ന സ്ത്രീയാണെന്നും തിരിച്ചറിയുന്നത്. ചൈൽഡ് ഹോമിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം ബാർബറ നേരെ പോയത് ജർമ്മനിയിലേക്കായിരുന്നു. അവിടെ നിന്നും ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ നോർവേയിലെത്തുകയായിരുന്നു. നോർവേയിലെത്തിയതിനു ശേഷം ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യുന്നതിനായി ബാർബറ അവളുടെ മുടി ബോയ് കട്ടാക്കുകയും ശരീരവണ്ണം കൂട്ടുകയും ചെയ്തു. അതോടൊപ്പം ഒരു സർജറി നടത്തി ബ്രസ്റ്റും നീക്കം ചെയ്തു. ബാർബറ കസ്റ്റഡിയിലായതിനു ശേഷം കേസ് അന്വേഷണം വേഗത്തിലായി. ജേക്കബിനെയും ഓൺട്രിയെയും പീഡിപ്പിക്കാൻ ഈ സ്ത്രീകളെ സഹായിച്ച ഗ്രീവിയൻ മൂവ്മെന്റിലെ 3 പുരുഷന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവസാനം കേസ് കോടതിയിലെത്തി. പോലീസ് ഈ 6 പേർക്കുമെതിരെയുള്ള തെളിവുകൾ കോടതി മുൻപാകെ നിരത്തി. കോടതിയിൽ വെച്ച് ക്ലാര പറഞ്ഞത് ബാർബറ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് താൻ പ്രസവിച്ച കുട്ടികളെ തന്നെ കൊണ്ട് തന്നെ പീഡിപ്പിക്കുന്ന തരത്തിൽ മനസ്സിനെ മയക്കിയെടുത്തു എന്നാണ്. കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായപ്പോൾ കോടതി ക്ലാരയ്ക്ക് 10 വർഷം കഠിന തടവും
ക്ലാരിയുടെ സഹോദരി കത്രീനയ്ക്ക് 9 വർഷം തടവും ഇവരെ സഹായിച്ച 3 പുരുഷന്മാർക്ക് 3 വർഷം തടവും വിധിച്ചു. ഇതിനെല്ലാത്തിനും കാരണക്കാരിയായ ബാർബറയ്ക്ക് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ച് 5 വർഷം ജയിൽ ശിക്ഷ വിധിച്ചതിനോടൊപ്പം തന്നെ ഈ 5 വർഷക്കാലവും ജയിലിനകത്ത് വെച്ച് മെന്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനും കോടതി നിർദ്ദേശിച്ചു. ക്ലാരിയുടെ കുട്ടികളിൽ ഒരാളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കിയതിനു ശേഷം ചൈൽഡ് ഹോമിലേക്ക് മാറ്റി. മറ്റൊരു കുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. 2013 ബാർബറ ജയിൽ മോചിതയായി. പുറത്തിറങ്ങിയ ബാർബറ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.